ഈ ഷെയർ ലോട്ടറി എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇത് അടിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവർ ഫേസ് ചെയ്യുക. കാരണം ഷെയർ ആയിട്ട് ലോട്ടറി അടിക്കുമ്പം ഈ സെറ്റിൽമെൻറ്റ് സർക്കാർ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരാളുടെ പാനും ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും മൊത്തം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം ഈ 30 ദിവസത്തിനുള്ളിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊന്നും എളുപ്പമല്ല. കാരണം ഈ എമൗണ്ട് 10-12 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ 12-15 ദിവസത്തിനുള്ള അക്കൗണ്ടിൽ പൈസ കയറും. പ്രോസസ്സ് ഫാസ്റ്റാണ്. ബട്ട് ഇത് ഒരാളുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും വരിക. അപ്പം 5-6 പേരായിരിക്കും ലോട്ടറി എടുത്തിട്ടുണ്ടാവുക, പക്ഷെ ഒരാളുടെ പേരിലായിരിക്കും ഇത് മൊത്തം സെറ്റിൽമെൻറ്റ് നടത്തുക. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുക, ഒരാളുടെ പേരിൽ ഇപ്പോൾ എല്ലാം വന്നു, എമൗണ്ട് വന്നു, TDS വന്നു. ബട്ട് ഇത് 7 പേരുടെ ഇൻകമാണ്. അപ്പോൾ ഇവർ ഈ ഒരു ഇൻകം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അവരവർ IT റിട്ടേൺ ഫയൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഈ ഫുൾ ക്രെഡിറ്റ് കിട്ടിയ ഒരാൾ ഇൻകം ടാക്സിൻ്റെ കണക്ക് പ്രകാരം ഇയാൾക്കാണ് ലോട്ടറി അടിച്ചത്, പക്ഷെ ഇയാൾ അതിൻ്റെ ഒരു ചെറിയ ശതമാനം ഇൻകം ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആൾ കൊടുക്കും, കാരണം ആൾക്ക് നോട്ടീസ് വരും. അങ്ങനെ ഒരു പ്രോബ്ലം ആൾ ഫേസ് ചെയ്യും. ഇനി ഓൾട്ടർനേറ്റീവ്ലി ഇവർക്ക് എന്ത് ചെയ്യാം, ഫുൾ ടാക്സ് ഒരാൾ തന്നെ അടച്ചിട്ട് ഇൻകം മൊത്തം ആളുടെ ഇൻകമായിട്ട് കാണിച്ചിട്ട് ഫയൽ ചെയ്യുക, എന്നിട്ട് എമൗണ്ട് വീതിക്കുക. അപ്പോഴും പ്രോബ്ലം എന്താ വെച്ചാൽ, ഈ എമൗണ്ട് വീതിക്കുമ്പോൾ ഇവരെ ബാങ്ക് അക്കൗണ്ടിൽ ഈ എമൗണ്ട് കയറുമല്ലോ. അപ്പോൾ അവർ IT ഫയൽ ചെയ്തില്ലെങ്കിൽ അവരും കുടുങ്ങും. അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ 2 കൂട്ടരും കുടുങ്ങും ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റിൽ.